98-ലെ ഓണക്കാലമായിരുന്നു ഓണക്കാലം. ഒരു കരൺ ജോഹർ ചിത്രം പോലെ കളർഫുൾ ആയ ഹരികൃഷ്ണൻസ് തിയേറ്ററുകളിൽ എത്തുന്നത് ആ ഓണത്തിനാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, മലയാള സിനിമയിലെ വിലപിടിപ്പുള്ള ബ്രാൻഡ് നെയിമുകൾക്കൊപ്പം ഹിന്ദി സിനിമയിലെ താരസുന്ദരി ജൂഹി ചവള കൂടി ഒന്നിച്ചെത്തുന്ന ഹരികൃഷ്ണൻസ്. മലയാളത്തിന്റെ കഭി ഖുഷി കഭി ഗം. ഷാരൂഖ് ഖാനും കൂടി വന്നിരുന്നെങ്കിൽ എല്ലാം ഒത്തു വന്നേനെ. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചിനി ഒരു സിനിമ സാധ്യമാണോ എന്ന് മലയാള സിനിമാ വ്യവസായവും പ്രേക്ഷകരും ഒരേ സമയം ചോദിച്ച കാലത്താണ് ഫാസിൽ താരരാജാക്കന്മാർക്ക് ഇരുവർക്കും തുല്യ പ്രാധാന്യം നൽകി ഒരു സിനിമയൊരുക്കുന്നത്. മുൻപ് മമ്മൂട്ടിയും മോഹൻലാലും എത്രയോ പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നു. അതിനുശേഷം നീണ്ടൊരു ഇടവേള വന്ന സമയത്താണ് ഹരികൃഷ്ണൻസ് എന്ന ആശയം ഫാസിലിന്റെ മനസ്സിൽ ഉദിക്കുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും രണ്ടു തരം ഫാൻസ് രൂപപ്പെട്ട് കഴിഞ്ഞ കാലമാണ്. തൊട്ടാൽ കൈ പൊള്ളുമോ എന്ന് ഏതൊരു സംവിധായകനും ചിന്തിക്കുന്ന സമയം. അതും പോരാതെ നായകന്മാർ രണ്ടുപേരും ഇതിന് സമ്മതിക്കണമല്ലോ. സംവിധായകൻ ഫാസിലുമായുള്ള സൗഹൃദ ബന്ധവും അദ്ദേഹത്തോടുള്ള വിശ്വാസവും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സിനിമയിലേക്ക് അടുപ്പിച്ചു. എന്നാൽ ഹരികൃഷ്ണൻസ് ആ വർഷത്തെ ഓണം റിലീസ് ആകുമെന്നറിഞ്ഞപ്പോൾ മലയാള സിനിമയിലാകെ ഒരു അനിശ്ചിതത്വം രൂപപ്പെട്ടു വന്നു. മലയാളത്തിന്റെ താരരാജാക്കന്മാർ നാളുകൾക്കിപ്പുറം ഒന്നിക്കുന്നു. അമരത്തോ ഹിറ്റ് മേക്കർ ഫാസിലും. ഹരികൃഷ്ണൻസിന്റെ ഹൈപ്പ് ഒട്ടുമിക്ക സംവിധായകരെയും ഓണക്കാലത്ത് നിന്ന് പിന്നോട്ടടുപ്പിച്ചു. അതിനെ അതിജീവിക്കാൻ കരുത്ത് കാണിച്ച മറ്റൊരു താരചിത്രം മോഹൻലാലും ജയറാമും സുരേഷ് ഗോപിയും മഞ്ജു വാര്യരുമെല്ലാം ഒന്നിച്ച രഞ്ജിത്ത് സിബിമലയിൽ കൂട്ടുകെട്ടിലെ സമ്മർ ഇൻ ബത്ലഹേം ആയിരുന്നു. ഈ സ്പേസിലേക്കാണ് റാഫി മെക്കാട്ടിൻ ടീമിന്റെ പഞ്ചാബി ഹൗസ് സർപ്രൈസ് എൻട്രി നടത്തുന്നത്. 1998 സെപ്റ്റംബർ 4-ന് 3 ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തി. 98-ലെ ഓണം ഹരികൃഷ്ണന്മാരുടെ ഓണമാകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് 3 സിനിമകളും തിയേറ്ററുകളിൽ ഒരുപോലെ ആളെ കയറ്റിയത്. 25 വർഷങ്ങൾക്കിപ്പുറവും മലയാളി ആഘോഷിക്കുന്ന റീവാച്ച് വാല്യൂ ഉള്ള 3 സിനിമകൾ. ഞാൻ കൃഷ്ണൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാതെ ഇവിടെ സംസാരിക്കാൻ. സുരേഷ് പീറ്റേഴ്സ് പഞ്ചാബി ഹൗസിലൂടെ മലയാളത്തിൽ അരങ്ങേറുന്നു. ഒപ്പം SP വെങ്കടേഷും. വിദ്യാജി മ്യൂസിക്കിൽ സമ്മർ ഇൻ ബത്ലഹേം. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഹരികൃഷ്ണൻസ്. പാടി പാടി എത്ര പാടിയാലും പുതുമ നഷ്ടപ്പെടാത്ത പാട്ടുകളാണ് ആ സീസണിൽ മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചത്. പഞ്ചാബി ഹൗസിന്റെ പിന്നാമ്പുറ കഥകൾ പോലും പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ്. താരസമ്പന്നമായി ഹരികൃഷ്ണൻസും സമ്മർ ഇൻ ബത്ലഹേമും എത്തിയപ്പോൾ കോണ്ടന്റിലായിരുന്നു തങ്ങൾ വിശ്വസിച്ചിരുന്നതെന്ന് പഞ്ചാബി ഹൗസിനെ കുറിച്ച് സംവിധായകൻ മെക്കാട്ടിൻ പറഞ്ഞിട്ടുണ്ട്. തിരക്കഥകൾക്കായി അത്രയൊന്നും സമയം ചെലവഴിക്കാതിരുന്ന അക്കാലത്ത് പഞ്ചാബി ഹൗസിന്റെ തിരക്കഥയ്ക്കായി 11 മാസത്തോളമാണ് ചിലവിട്ടത്. സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ സാഗ അപ്പച്ചന് അക്കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൗതുകമുള്ളതാണ് സിനിമയുടെ കാസ്റ്റിംഗിനെ സംബന്ധിച്ച കഥയും. ഹരിശ്രീ അശോകന്റെയും കൊച്ചിൻ ഹനീഫയുടെയും സ്ഥാനത്ത് ജഗതിയെയും ഇന്നസെന്റിനെയുമായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. ഇപ്പോൾ ചിന്തിച്ചാൽ നമ്മൾ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റുമോ അത്? ജഗതി ശ്രീകുമാറില്ലാത്ത മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാലമാണത്. ഈ കോംബോ സ്ക്രീനിൽ വന്നാൽ അന്നത്തെ സിനിമാ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കയ്യിലുള്ള തിരക്കഥ കൊണ്ട് ശരാശരി സാമ്പത്തിക വിജയത്തിനുള്ളതെല്ലാം ഉണ്ട്. കഥയുടെ ഘടനയിൽ കൂടുതൽ പുരോഗതി വന്നപ്പോഴാണ് നായകനായി ആദ്യം നിശ്ചയിച്ച ജയറാം കഥാപാത്രത്തിന് അനുയോജ്യനാകില്ലെന്ന് വന്നത്. നല്ല ഉയരവും ആരോഗ്യവുമുള്ള പഞ്ചാബികളുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു സാധു ചെറുപ്പക്കാരനാണ് നായകൻ. 6 അടി ഉയരമുള്ള ജയറാമിന് പക്ഷേ അത്രയ്ക്കും ദുർബലനാവാൻ കഴിയില്ല. അങ്ങനെയാണ് സംവിധായകൻ ദിലീപിലേക്ക് എത്തുന്നത്. അന്ന് ദിലീപിന് സിനിമയിൽ തിരക്കായി വരുന്നതേയുള്ളൂ. പിന്നെയുള്ളത് ഇന്നസെന്റും ജഗതിയുമാണ്. അവരുടെ തിരക്ക് വെച്ച് 5 ദിവസം കിട്ടിയാൽ തന്നെ ഭാഗ്യം. സിനിമയ്ക്കാണെങ്കിലോ അത് പോരാ. അങ്ങനെയാണ് കൊച്ചിൻ ഹനീഫയിലും ഹരിശ്രീ അശോകനിലും ചെന്നെത്തുന്നത്. നായകനും മേൽ ഹിറ്റടിച്ച രമണനും മുതലാളിയും. അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ മമ്മൂട്ടി തമാശയ്ക്ക് പറഞ്ഞൊരു കഥയുണ്ട്. മീരയെ കിട്ടാതെ പോയതിലെ വിഷമത്തിലാണ് ഹരിയും കൃഷ്ണനും താടി വളർത്തി നിരാശാ കാമുകന്മാരായി നടക്കുന്നതെന്ന്. ഹരികൃഷ്ണൻസിന്റെ ക്ലൈമാക്സ് സീനിനെ കുറിച്ചാണ് മമ്മൂട്ടി ആ പറഞ്ഞത്. സിനിമയുടെ അവസാനം ജൂഹി ചവള അവതരിപ്പിക്കുന്ന മീര എന്ന കഥാപാത്രത്തെ ആരെങ്കിലും ഒരാൾ ജീവിത സഖിയായി സ്വീകരിക്കണം. മമ്മൂട്ടിയോ മോഹൻലാലോ, ഹരിയോ കൃഷ്ണനോ? ആർക്കാണ് നായികയെ സ്വന്തമാക്കാനാകുക എന്നതാണല്ലോ ചോദ്യം. അത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട്
ഫാസിൽ 3 ക്ലൈമാക്സ് ഒരുക്കി വെച്ചു. ജൂഹി ചൗളയെ മമ്മൂട്ടി സ്വന്തമാക്കുന്നത് പോലെയും മോഹൻലാൽ സ്വന്തമാക്കുന്നത് പോലെയും വേറെ ഒരെണ്ണം രണ്ടാൾക്കും നായികയെ സ്വന്തമാക്കാനാകാത്ത വിധത്തിലും. ഫൈനൽ എഡിറ്റിൽ വേണ്ടത് ഉപയോഗിക്കാനായിരുന്നു തീരുമാനം. റിലീസിന് മുൻപേ തന്നെ പ്രേക്ഷക പ്രതികരണം അറിയാൻ കുറെ കുടുംബങ്ങളെ സിനിമ കാണിച്ചു. മീരയെ ആര് സ്വന്തമാക്കുമെന്ന് പറയാത്ത ക്ലൈമാക്സ് ഉള്ള ഭാഗമാണ് കാണിച്ചത്. പക്ഷേ അത് കണ്ടവരെല്ലാം പറഞ്ഞു, ഇത് ഭയങ്കര സങ്കടമായി പോയി, ആര് സ്വന്തമാക്കിയാലും ഞങ്ങൾക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്ന്. ഇത് കേട്ട ഉടനെ റിലീസ് ചെയ്യാൻ ഒരുങ്ങിയ 36 പ്രിന്റിൽ 18 പ്രിന്റ് ജൂഹിയെ മോഹൻലാൽ സ്വന്തമാക്കുന്നതായും ബാക്കി 18-ൽ മമ്മൂട്ടി സ്വന്തമാക്കുന്നതായും കാണിക്കാമെന്ന തീരുമാനത്തിലെത്തി. വിതരണക്കാരും പ്രിന്റ് എടുക്കാൻ വരുന്ന റെപ്രസെന്റേറ്റീവുമാരും കാണിച്ച ഒരു അബദ്ധമാണ് പിന്നെ നമ്മൾ തിയേറ്ററുകളിൽ കണ്ടത്. കേരളത്തിന്റെ വടക്കു ഭാഗത്തെ തിയേറ്ററുകളിൽ മമ്മൂട്ടിയും തെക്കു ഭാഗത്തെ മോഹൻലാലും നായികയെ സ്വന്തമാക്കി. ഏറെ വിവാദം സൃഷ്ടിച്ച ഈ സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് സംവിധായകൻ ഫാസിൽ ഒരിക്കൽ വ്യക്തമാക്കിയത്. ഷാരൂഖ് കൂടെ സിനിമയിൽ വരുന്ന ഒരു ക്ലൈമാക്സും ഫാസിൽ ഹരികൃഷ്ണൻസിനായി ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ കഥ ഇങ്ങനെയാണ്. ഷാരൂഖ് ഫാസിലിനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ. ജൂഹി ഫാസിലിനെ കുറിച്ച് പറയുന്നത് കേട്ട് തനിക്കും അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു കഥാപാത്രം വേണമെന്നായി ഷാരൂഖിന്. ക്ലൈമാക്സിൽ ഹരിക്കോ കൃഷ്ണനോ മീരയെ കിട്ടുന്നതെന്ന സംശയം വരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും നിൽക്കെ ഷാരൂഖിനെ മുൻ കാമുകനായി കൊണ്ടുവന്ന് ജൂഹിയെ കൊണ്ടുപോകുന്നത് കാണിച്ചാലോ എന്നായി ആലോചന. പക്ഷേ അത് ഹരികൃഷ്ണൻസ് എന്ന കഥാപാത്രങ്ങളോട് ചെയ്യുന്ന അനീതിയായിരിക്കുമെന്ന തോന്നലിൽ ചിത്രീകരണത്തിന് മുൻപേ അത് ഉപേക്ഷിക്കുകയായിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി യേശുദാസ് 2 ശബ്ദത്തിൽ പാടിയ അപൂർവതയും സിനിമയിലുണ്ട്. റാഫി മെക്കാർട്ടിൻ ടീമിൽ ദിലീപിനെ തന്നെ നായകനാക്കി പഞ്ചാബി ഹൗസ് 2 ഒരുങ്ങുന്നതായി 2010-കൾ മുതൽ തന്നെ വാർത്തകൾ വന്നിരുന്നു. സമ്മർ ഇൻ ബത്ലഹേം 2ാം ഭാഗം ഒരുങ്ങുന്നതായി നിർമ്മാതാവ് സിയാദ് പൂക്കർ അറിയിച്ചത് 2022-ലാണ്. സമ്മർ ഇൻ ബത്ലഹേം പ്രിയദർശൻ 2002-ൽ ലേസ ലേസ എന്ന പേരിൽ റീമേക്ക് ചെയ്തെങ്കിലും സിനിമ വിജയം കണ്ടില്ല. മഞ്ജു വാര്യർ അവതരിപ്പിച്ച അഭിരാമി എന്ന കഥാപാത്രത്തിന്റെ നിഗൂഢതകൾ വെളിപ്പെടുത്തുന്ന നിരഞ്ജൻ എന്ന കഥാപാത്രം സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ നിൽക്കുന്ന ഒരാളാകണമെന്ന് സിബി മലയിൽ ആദ്യമേ തീരുമാനിച്ചിരുന്നു. രജനീകാന്തിനെയും കമൽഹാസനെയും ഈ കഥാപാത്രത്തിനായി ചിന്തിച്ചിരുന്നുവെന്ന് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. 1998-ഉം ഈ 3 ചിത്രങ്ങളും മലയാള സിനിമയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നതിന് തെളിവാണ് സോഷ്യൽ മീഡിയ കാലത്തും ഇവ സജീവ ചർച്ചയാകുന്നത്. രമണനും മുതലാളിയും മീമുകളിലും സ്റ്റിക്കറുകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ സമ്മർ ഇൻ ബത്ലഹേമിലെയും ഹരികൃഷ്ണൻസിലെയും ക്ലൈമാക്സിന് ഫാൻ തിയറികൾ പലതാണ്. ബത്ലഹേമിന്റെ ക്ലൈമാക്സിൽ പൂച്ചയെ എറിയുന്ന പെൺകുട്ടിയുടെ നഖത്തിലെ നെയിൽ പോളിഷ് നിറം താരതമ്യം ചെയ്ത് ആ പെൺകുട്ടി സംഗീതയാണെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. കാലത്തെ അതിജീവിച്ച് മലയാള സിനിമയുടെ ചരിത്രം പേറി 1/4 നൂറ്റാണ്ട് പിന്നിട്ടാണ് 3 ചിത്രങ്ങളുടെയും യാത്ര.